ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നാം ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടാണ്. സാധാരണയായി ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ഞാൻ ടോം ചാക്കോ, കൈനടി AJ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ. നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കടന്നു പോകാം. ഫ്രം ദ ഫോളോയിങ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2012 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ദാറ്റ് ഡേറ്റ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഒന്നാമത്തെ ഐറ്റം ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, അത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴോ കാണാൻ പറ്റും. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ടൈമിലും ക്യാപിറ്റൽ ഫണ്ട് അതിനോടൊപ്പം സർപ്ലസ് ആഡ് ചെയ്ത് പോകാവുന്നതാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നതിനായി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടി വരും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ അസറ്റ്സും ലയബിലിറ്റിയും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് മിച്ചം കിട്ടുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ആയിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉപയോഗിക്കേണ്ടി വരുന്ന എമൗണ്ട് ആണ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 35,000 അഥവാ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്നത്. അതിൻ്റെ തൊട്ട് താഴെയായി തുടർച്ചയായി പറയുന്നു സബ്സ്ക്രിപ്ഷൻ 2011, നമ്മുടെ നടപ്പ് വർഷം 2012 അതിൻ്റെ തലേവർഷത്തെ 2011 25,000 രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2012 നമുക്ക് 1,00,000 രൂപ സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിൽ വരവുണ്ട്. 2013 അടുത്ത വർഷമാണ്, അഡ്വാൻസ് ഇയർ ആയതുകൊണ്ട് ആ വർഷത്തെ 20,000 രൂപയുടെ നമുക്ക് മുൻകൂട്ടി പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു വരുമാനമാണ് റെൻ്റ് റിസീവ്ഡ് ഫ്രം ക്ലബ്ബ് ഹോൾ. ക്ലബിൻ്റെ ഹോളിൽ നിന്ന് വാടക കിട്ടിയത് 70,000 രൂപയുണ്ട്. മറ്റ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ലാഭം 40,000 രൂപയാണ്. പഴയ പത്രങ്ങൾ വിറ്റപ്പോൾ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, പഴയ പത്രങ്ങൾ വിറ്റപ്പോൾ നമുക്ക് 10,000 രൂപ വരവുണ്ട്. ചിലവുകളുടെ ഭാഗത്തേക്ക്, പേയ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സാലറി 1,40,40,000 രൂപ, ജനറൽ എക്സ്പെൻസ് 30,000 രൂപ, ഇലക്ട്രിസിറ്റി ചാർജസ് 20,000 രൂപ, നമ്മുടെ ലൈബ്രറിയോട് ക്ലബിനോട് അനുബന്ധമായി ഉള്ളാകുന്ന ലൈബ്രറിയിലേക്ക് നമ്മൾ ബുക്ക് വാങ്ങിയത് 50,000 രൂപ അസറ്റാണ്. ബുക്ക് വാങ്ങുന്നത് അസറ്റായി മാറും. ന്യൂസ് പേപ്പർ, നമ്മൾ വരുത്തുന്ന പത്രത്തിന് കൊടുത്ത കാശാണ് 40,000 രൂപ, അത് നമ്മുടെ എക്സ്പെൻസാണ്. ബാലൻസ് ക്യാരി ഡൗൺ, ഇത് അസറ്റാണ്. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ്, അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട എമൗണ്ട് ആണ് 20,000. അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അഡീഷണൽ ഇൻഫർമേഷൻ അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ദ ക്ലബ് ഹാസ് 50 members ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ₹2,500. ക്ലബിന് 50 മെമ്പേഴ്സാണുള്ളത്. ഓരോ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും 2,500 രൂപ വീതം നമ്മൾ വാർഷിക പരിസംഖ്യ വാങ്ങാറുണ്ട്. അങ്ങനെ ക്ലബിന് ആകെ കിട്ടുന്ന വരുമാനം 2,500 രൂപ വീതം 50 പേരിൽ നിന്ന് 1,25,000 രൂപ. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st December 2011. നമ്മൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് 31st December 2012 ആണ്. 31st December 2012 ആണ്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഡേറ്റ് ഫോർ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2012. നമുക്കിവിടെ തന്നിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ഓൺ 31st December 2011 എന്നാണ് തന്നിരിക്കുന്നത്. അത് ഓപ്പണിംഗ്
ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സബ്സ്ക്രിപ്ഷൻ്റെ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഈ 30,000 റുപ്പീസ്. ഓൺ 31st December 2012 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ടഡ് ടു റുപ്പീസ് 10,000. സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് റുപ്പീസ് 10,000. 31st December എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന വർഷമാണ്. അവിടുത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 10,000 റുപ്പീസ്. അത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയാണ്. സാലറീസ് പെയ്ഡ് ഇൻ 2012 ഇൻക്ലൂഡ് റുപ്പീസ് 30,000 ഫോർ 2011. 2012 സാലറി പെയ്ഡിനകത്ത് 2011 ഒരു 30,000 രൂപ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2012 സാലറി പെയ്ഡ് എന്ന് പറയുന്ന എമൗണ്ടിൽ, അതായത് 1,40,000. 2012 സാലറി പെയ്ഡ് എന്ന് പറയുന്ന ഈ 1,40,000-നകത്ത് 2011 ഒരു 30,000 രൂപ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 30,000 രൂപ. ആ 30,000 രൂപ കറണ്ട് ഇയറിലെ അല്ല, കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആണ്. പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഈ വർഷമാണ്. ഓൺ 1st January 2012 ദ ക്ലബ്ബ് ഓൺഡ് ബിൽഡിംഗ് വാല്യൂഡ് റുപ്പീസ് 10 lakhs, ഫർണിച്ചർ വർത്ത് റുപ്പീസ് 1 lakhs ആൻഡ് ബുക്സ് റുപ്പീസ് 1 lakh. ക്ലബിന് ക്ലോസിംഗ് ടൈമിൽ ഉള്ള അസറ്റുകളുടെ എണ്ണം: ബിൽഡിങ് 10 ലക്ഷം രൂപ, ഫർണിച്ചർ 1 ലക്ഷം രൂപ, ബുക്ക് 1 ലക്ഷം രൂപ. ഇത്രയും അസറ്റുകളാണ് ബിൽഡിങ്ങിനുള്ളത്. ഇനിയും ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിലോ ഒരിടത്തും തന്നിട്ടില്ലാത്തതിനാൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് പോകാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1st January 2012. ആ സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ലയബിലിറ്റി സൈഡിലെ ഫസ്റ്റ് ഐറ്റം സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു 1,40,000-നകത്ത് കഴിഞ്ഞ വർഷത്തെയാണ്, 2011 30,000 രൂപ ഈ വർഷം പേ ചെയ്തിരിക്കുന്നത്. ഈ വർഷം 1,40,000 രൂപ സാലറി ആയിട്ട് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ആ പേ ചെയ്തതിൽ 30,000 രൂപ 2011 ക്ലോസിംഗ് ആയിരുന്നു. 2011 ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 2012 ഓപ്പണിംഗ് ആകും. അതുകൊണ്ടാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ആ 30,000 ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കാണിക്കുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് എത്തുകയാണ്. അസറ്റ് സൈഡിൽ ക്യാഷ് 35,000. നമുക്ക് ക്യാഷ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, നമ്മളെ ക്വസ്റ്റ്യനിലെ ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഒന്നാമത്തെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 35,000 എന്ന് പറയുന്ന ഈ എമൗണ്ട് ആണ് അവിടെ 35,000 വന്നിരിക്കുന്നത്. ഈ 35,000 ആണ് അവിടെ വന്നിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 30,000. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്നു. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 30,000 നമ്മളതെടുത്ത് ഇങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ ഓപ്പണിംഗ് ടൈമിൽ, അവിടെ ക്ലോസിംഗ് ടൈമിലും ഓപ്പണിംഗ് ടൈമിലും ഈ ഫർണിച്ചർ ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഫർണിച്ചർ 1 lakh റുപ്പീസിൻ്റെ ഉണ്ട്, ബുക്സ് 1 lakh റുപ്പീസിൻ്റെ ഉണ്ട്, ബിൽഡിംഗ് 10 lakhs ഉണ്ട്. അങ്ങനെ മൊത്തം 12,65,000 രൂപയുടെ അസറ്റ് നമ്മളുടെ കൈവശമുണ്ട്. അതിൽ നിന്ന് ലയബിലിറ്റി മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട്. അങ്ങനെ 12,65,000 നിന്ന് 30,000 കുറയുമ്പോൾ 12,35,000. ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ശേഷം തുടർന്ന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2012. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നാണ് പേര് പറയുന്നതെങ്കിലും എക്സ്പെൻഡിച്ചറാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ആദ്യം വരുന്ന എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്. എക്സ്പെൻഡിച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ എക്സ്പെൻഡിച്ചർ ടു സാലറീസ്. സാലറീസ് എന്ന് പറയുന്നത് 1,40,000 കറണ്ട് ഇയറിൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൃത്യമായി നമ്മൾ കാണുന്നുണ്ട്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് സാലറീസ് 10,000. ഈ എമൗണ്ടാണ് അവിടെ ആഡ് ചെയ്തത്. ഈ എമൗണ്ടാണ് നമ്മളവിടെ ആഡ് ചെയ്തത്. ലെസ് ചെയ്യുന്നത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇപ്പോൾ പറഞ്ഞിരുന്നു 2012 1,40,000-നകത്ത് 2011 30,000 രൂപയുണ്ടായിരുന്നു. അത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതുകൊണ്ട് അത് ലെസ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ സാലറിയുടെ നെറ്റ് എമൗണ്ട് 1,20,000. അടുത്ത എക്സ്പെൻസ് ജനറൽ എക്സ്പെൻസ് 30,000, ഇലക്ട്രിസിറ്റി ചാർജസ് 20,000, ന്യൂസ് പേപ്പർ 40,000. ഇവയെല്ലാം എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഇനി അസറ്റ് സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. അസറ്റ് സൈഡിലെ
നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാന വരുമാനമായ സബ്സ്ക്രിപ്ഷൻ 50 മെമ്പേഴ്സാണുള്ളത്. ഒരാളുടെ കയ്യിൽ നിന്ന് 2500 രൂപ വീതം വാങ്ങുന്നു. 50 × 2500 1,25,000. നമുക്ക് കിട്ടുന്ന മറ്റൊരു വരുമാനം റെൻറ്റ് ഫ്രം ക്ലബ് ഹോൾ 70,000 രൂപ. പ്രോഫിറ്റ് ഫ്രം എൻ്റർടൈൻമെൻറ്റ്, മറ്റ് എൻ്റർടൈൻമെൻറ്റുകളിൽ നിന്ന് കിട്ടിയ ലാഭം 40,000 രൂപ. പഴയ പത്രം വിറ്റ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, പഴയ പത്രം വിറ്റ വഴിക്ക് നമുക്ക് 10,000 രൂപ കിട്ടി. അങ്ങനെ ആകെ വരവ് എന്ന് പറയുന്നത് 2 ലക്ഷത്തി, ആകെ ഇൻകം എന്ന് പറയുന്നത് 2,45,000. ടോട്ടൽ ഇൻകം 2,45,000. അതിൽ നിന്ന് എക്സ്പെൻസുകളെല്ലാം മൈനസ് ചെയ്തപ്പോൾ ബാലൻസ് കിട്ടുന്ന തുകയാണ് സർപ്ലസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സർപ്ലസ് നമുക്കിവിടെ 35,000 റുപ്പീസ് ഉണ്ട്. ഈ സർപ്ലസ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്താണ് കാണിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2012. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക് പോകുന്നു. ഒന്നാമത് സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ് 10,000 ഇവിടെ കാണിക്കുന്നത്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസുകളെ കാണിക്കുകയുള്ളൂ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ വാങ്ങിയത് 20,000 രൂപ വന്നിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 2013 സബ്സ്ക്രിപ്ഷൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ടുണ്ട്. ആ എമൗണ്ടാണ് 20,000 രൂപ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടെത്തിയിരുന്ന 12,35,000 രൂപയുടെ കറണ്ട് ഇയറിലെ സർപ്ലസ് കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 12,70,000 രൂപ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റൽ പ്ലസ് സർപ്ലസ് കിട്ടിയിട്ടുണ്ട്. ഇനി അസറ്റ് സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. അസറ്റ് സൈഡിലെ ക്യാഷ് എന്ന് പറയുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്ന ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്ന 20,000 രൂപ. അതിൻ്റെ താഴെയായിട്ട് അടുത്ത സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഈ 5,000 വന്നത് 2011 5,000 വന്നത് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ക്വസ്റ്റ്യനിൽ 2011 നമുക്ക് കിട്ടിയത് 2012 2012 രൂപ നമുക്ക് പിരിഞ്ഞ് കിട്ടിയിരുന്നു. ആ പിരിഞ്ഞ് കിട്ടിയതിനകത്ത് നമുക്ക് പിരിഞ്ഞ് കിട്ടാനുണ്ടായിരുന്ന ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 30,000 രൂപയായിരുന്നു. അതിനകത്ത് നമുക്ക് 25,000 രൂപയെ നമുക്ക് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പോയിട്ട് 5,000 രൂപ പിരിഞ്ഞ് കിട്ടാനുണ്ടായിരുന്നു. അതായിരുന്നു 5,000 അവിടെ കാണിച്ചിരിക്കുന്നത്. 2012 നമുക്ക് ആകെ പിരിഞ്ഞ് കിട്ടേണ്ടത് 1,25,000 രൂപയാണ്. 50 മെമ്പേഴ്സിൽ നിന്ന് 2,500 രൂപ വീതം 1,25,000 ആയിരുന്നു 2012 പിരിഞ്ഞ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ പിരിഞ്ഞ് കിട്ടിയത് 1,00,000 രൂപയേ ഉള്ളൂ. 1,00,000 രൂപയേ ഉള്ളായിരുന്നു. പോയിട്ട് 25,000 രൂപയുടെ നമുക്ക് പിരിഞ്ഞ് കിട്ടാനുണ്ടായിരുന്നു. അവ രണ്ടുമാണ് ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. 2011 30,000 നിന്നും പിരിഞ്ഞ് കിട്ടിയ 25,000 കുറച്ചപ്പോൾ ഉണ്ടായ 5,000-ഉം 2012 നമുക്ക് 1,25,000 പിരിഞ്ഞ് കിട്ടാനുണ്ടായതിനകത്ത് 25,000 പിരിഞ്ഞ് കിട്ടിയുള്ളായിരുന്നു. അവ തമ്മിലുള്ള ടോട്ടലാണ് 30,000 രൂപ. അത് തമ്മിലുള്ള ടോട്ടലാണ് 30,000 രൂപ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഫർണിച്ചറിൻ്റെ 1 lakh റുപ്പീസ്. ഫർണിച്ചറിൻ്റെയാണ് 1 lakh റുപ്പീസ്. ഈ 25,000-ഉം 5,000-ഉം കൂട്ടിയ 30,000-ഉം ഫർണിച്ചറിൻ്റെ 1,00,000-ഉം. ബുക്സ് പർച്ചേസ് ചെയ്ത്, ബുക്സ് നമുക്കുണ്ടായിരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുണ്ടായിരുന്ന 1,00,000 രൂപയുടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു ബുക്ക്. കാരണം ഇൻകം ആൻഡ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ബുക്സ് 50,000 എന്ന് നമ്മൾ കണ്ടിരുന്നു. ഈ 50,000-ആണ് ഈ കറണ്ട് ഇയറിൽ പർച്ചേസ് ചെയ്തത്. ആ എമൗണ്ടാണ് ഇവിടെ നമുക്ക് 50,000 രൂപ കാണുന്നത്. അങ്ങനെ നമുക്കുണ്ടായിരുന്ന ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ പർച്ചേസ് കൂടെ ചെയ്ത് 50,000 രൂപ കൂട്ടി 1,50,000 നമുക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബിൽഡിങ് നമുക്ക് 10,00,000 ഉണ്ട്. അങ്ങനെ ആകെ 13,00,000 രൂപയുടെ അസറ്റ് ഉണ്ട്. ആ 13,00,000 രൂപയുടെ അസറ്റും ലയബിലിറ്റി സൈഡിലെ ഐറ്റംസ് കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ സെയിം എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ഇതുവരെ കറക്റ്റാണ് എന്നാണ് വിശ്വസിക്കാം.